ഇതുപോലുള്ള ഡ്രസ്സുകൾ മേടിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു കറ പറ്റുകയോ അല്ലെങ്കിൽ നമുക്കൊന്ന് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാം. അതുപോലെ തന്നെ അത് പിന്നെ വാങ്ങാൻ പോക്ക് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എസ്പെഷ്യലി ഇതുപോലെ കറയായി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആകുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലുള്ള കറകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇതുപോലുള്ള വർക്കുള്ള ഡ്രസ്സുകളൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളുടെ കുട്ടികളുടെ യൂണിഫോം നമ്മൾ കഴുകുമ്പം ഏറ്റവും മെയിനായിട്ടുള്ളൊരു പാടാണ് നമ്മുടെ കോളറിൻ്റെ ആ ഭാഗം. ഇതിൽ നേരിയൊരു മഞ്ഞക്കറയേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇതുപോലെ കഴുകുന്നത് കൊണ്ട് ഭയങ്കര ഡാർക്കായിട്ട് അഴുക്ക് അവിടെ പിടിക്കാറില്ല. നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ഡീപ്പായിട്ട് ക്ലിയർ ചെയ്താൽ മതി കേട്ടോ. ആദ്യം ഒന്ന് ഈ ഒരു കോളറിൻ്റെ ഭാഗം ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കോൾഗേറ്റിൽ അതൊന്ന് ഒരു നുള്ളെടുത്തിട്ട് ഇതുപോലെ തേച്ച് രണ്ട് കൈ കൊണ്ട് ഇതുപോലെ ഉരച്ച് എല്ലായിടത്തും ഈവനായിട്ട് നല്ലതുപോലെ പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലെ പോലെയല്ല ഈ ഒരു കോളറിൻ്റെ അഴുക്ക് കളയാനായിട്ട്. എന്നിട്ട് നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്നൊരു ടിപ്പ് കൂടി നമ്മളുടെ ഡ്രസ്സിൻ്റെ പുതുമ നഷ്ടപ്പെടാണ്ടിരിക്കാനും കളറ് നിലനിൽക്കാനും ഒക്കെ ഉപയോഗപ്രദമായ നല്ലൊരു ടിപ്പാണിത്. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കളറ് ഫെയ്ഡായി പോകുക, നമ്മളെപ്പോഴും സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതൊക്കെ മാറ്റാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ സോപ്പ് പൊടി ഉപയോഗിക്കാതെ തന്നെ തുണികൾ കഴുകിയെടുക്കണം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്, എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും സോപ്പ് പൊടി ഇട്ടിട്ട് തുണികൾ കഴുകുമ്പം യൂണിഫോം ആണെങ്കിലും നമ്മൾ ഭർത്താക്കന്മാർ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഓഫീസിലൊക്കെ ആണെങ്കിലും ഡ്രസ് കോഡൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പെട്ടെന്ന് ഫെയ്ഡായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ കളറൊക്കെ നിലനിൽക്കും കേട്ടോ. അതിലേക്ക് നമ്മളൊരു 1.25 ടേബിൾ സ്പൂൺ നമ്മളുടെ ഷാമ്പു ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തുണിയുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച്. പിന്നെ നമുക്ക് വേണ്ടത് കംഫർട്ടാണ് കേട്ടോ. അതുകൂടി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോയിൽ പേപ്പർ ഇതുപോലെ നല്ലതുപോലെ മടക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മടക്കിയതിന് ശേഷം എന്തെങ്കിലും കൊണ്ട് നേരിയ ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളുടെ ഡ്രസ്സിൻ്റെ പുതുമ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നരച്ച പോലെ ഇരിക്കുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് തന്നെ ഇല്ലാണ്ടാകും. നമുക്ക് നമ്മളുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്രസ്സിങ്ങും നമ്മളുടെ എന്താ പറയുക ഓൾ ലുക്കിലാണുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ഇതുപോലെ വാഷിംഗ് മെഷീനിലേക്ക് തുണികളും ഇട്ട് കൊടുത്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം ഈ ഒരു ബോള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു 4-5 മിനിറ്റ് നമ്മൾ ഇതൊന്ന് കറക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ തുണി കഴുകി എങ്ങനെയാണ് എടുക്കുന്നത് അതുപോലെ നമ്മൾ കഴുകിയെടുത്താൽ മതി. ഇതിലൊരു തരി നമ്മൾ സോപ്പ് പൊടി ചേർക്കുന്നില്ല, പക്ഷെ നല്ലൊരു മണം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ തുണിയുടെ ആ ഒരു എന്താ പറയുക കളറൊക്കെ നല്ല നരച്ച പോലെയുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മാസത്തിൽ ഒരു പ്രാവശ്യം യൂണിഫോം, അതുപോലെ തന്നെ ഓഫീസിലിടുന്ന ചിലവർക്ക് യൂണിഫോമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക എപ്പോഴും ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. സാധാരണ കഴുകിയെടുക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ കഴുകിയെടുത്താൽ മതി. അടുത്തായിട്ട് നമ്മൾ ഇതുപോലുള്ള ഡ്രസ്സുകൾ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് പെട്ടെന്ന് വല്ല അഴുക്ക് പറ്റുകയോ അല്ലെങ്കിൽ നമ്മൾ പാർട്ടിക്ക് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു കറ മേത്തേക്ക് വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊരു 10,000-12,000 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഡ്രസ്സ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മൾ അവിടെ നിന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ആ കറ പറ്റുമ്പം അപ്പം തന്നെ നമ്മളതൊന്ന് ജസ്റ്റ് എങ്കിലും ഒരു കർച്ചീഫ് വെച്ചെങ്കിലും നല്ലതുപോലെ തുടച്ച് കളയണം കേട്ടോ.
അത് നല്ലതുപോലെ തുടച്ച് കളയുകയോ ഒന്ന് കഴുകി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇത് ഒരു മെഴുക്ക് പോലത്തെ ഒരു ഫുഡാണ് എൻ്റെ മേത്തേക്ക് വീണത്. അത് ഞാൻ അപ്പം തന്നെ ഞാൻ കഴുകി നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ആ ഒരു പാട് നല്ലതുപോലെ തന്നെ ഉണ്ട്. ഇതുപോലുള്ള വർക്കൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല. ആ വർക്കുകളെല്ലാം പൊട്ടിപ്പോകും, ആ നൂലുകളെല്ലാം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഭംഗി തന്നെ ഡ്രസ്സിൻ്റെ ഇല്ലാണ്ടാവും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ ക്ലിയർ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് പൗഡറാണ് കേട്ടോ. പൗഡർ ഇതുപോലെ നല്ലതുപോലെ അത് നല്ല കവർ ചെയ്ത് അതിൻ്റെ എന്താ പറയുക മേളിൽ നിൽക്കുന്ന രീതിയിൽ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക കേട്ടോ. 2 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഒരു സ്പോഞ്ചാണ് കേട്ടോ. സ്പോഞ്ചാണ് കൂടുതലും നല്ലത്. എന്താണെന്ന് വെച്ചാൽ തുണി കൊണ്ടൊന്നും ചെയ്താൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പോവില്ല. ഇതുപോലെ നമ്മൾ സ്പോഞ്ച് എടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള ആ ഓയിലിൻ്റെ കണ്ടൻറ്റ്, ആ ഒരു എന്താ ഈ മെഴുക്കില്ലേ, അത് മുഴുവനല്ല, ഒരു പകുതി മുക്കാൽ പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും അത് വളരെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിൽ പകുതി മുക്കാലും ആ ഒരു അഴുക്കും കറയൊക്കെ പോയി കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു തുണിയുടെ ഒരു പുതുമയും അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടാനായിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാം കേട്ടോ. നല്ലതുപോലെ റബ്ബ് ചെയ്ത് കൊടുത്ത് അത് നല്ല പൗഡർ ഒരു തരിയില്ലാതെ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം ആദ്യം. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഡ്രൈ ക്ലീനിങ് ചെയ്യുമ്പോൾ പൈസ കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മളത് കൊടുക്കാൻ പോകണം, വാങ്ങാൻ പോകണം. ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമ്പം അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. ആദ്യം ഒരു ബക്കറ്റിലേക്ക് എത്രയാണോ വെള്ളം ആവശ്യം അത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഷാമ്പു ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഒരു പാക്കറ്റാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അതെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ മുക്കി ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുക്കുക. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിയുമ്പോഴത്തേക്കും 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കുളിക്കാൻ കയറുമ്പോൾ അത് കഴുകിയെടുത്താൽ മതി. നമ്മൾ ആ ഒരു കറ പറ്റിയ സ്ഥലം നല്ലതുപോലെ കൈകൊണ്ട് റബ്ബ് ചെയ്യണം കേട്ടോ. അതിനുശേഷം 2-3 വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കുന്ന പോലെ കഴുകിയെടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടീഷണറാണ്. നല്ലതുപോലെ ഒരു 3-4 വെള്ളത്തിൽ നമ്മൾ ഷാമ്പു ഇട്ടതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. ആ ഒരു ഷാമ്പുവിൻ്റെ അംശമൊന്നും ഡ്രസ്സിൽ പാടില്ല. ഈ കണ്ടീഷണർ നമ്മൾ ഒരു പാക്കറ്റ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു കണ്ടീഷണർ നല്ലതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. ഈ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ തുണിയുടെ ആ ഒരു പുതുമ നഷ്ടപ്പെടാതെയും അതുപോലെ തന്നെ ആ കളറൊന്നും നഷ്ടപ്പെടാതെ, ഇപ്പം നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുമ്പം ഇങ്ങനെയുള്ള തുണികൾക്ക് ഒരു കളറ് മങ്ങൽ വരും, വർക്കിൻ്റെ കളറ് പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതൊന്നും ഇല്ലാതിരിക്കാനാണ് ഷാമ്പും കണ്ടീഷണർ വളരെ നല്ലതാണ്. തുണിയുടെ ഈട് നിലനിൽക്കാനും അത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കണ്ടീഷണർ മുക്കി വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരൊറ്റ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയെടുത്താൽ മതി. കുറേ ഒന്നും വെള്ളത്തിൽ കഴുകിയെടുക്കരുത്. നമ്മൾ ഷാമ്പു കഴുകിയപ്പോൾ 2-3 വെള്ളത്തിൽ കഴുകിയതാണ്. ഇതൊരൊറ്റ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറയും പോകും, അതുപോലെ തന്നെ ആ ഡ്രസ്സിൻ്റെ പുതുമയും നഷ്ടപ്പെടില്ല. ആ ഒരു വർക്കിനൊന്നും ഒരു ഫീഡോ, നമ്മൾ ആ വർക്കിൻ്റെ കളറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഡ്രസ്സ് ഉപയോഗിക്കാനേ പറ്റില്ല ഇല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ കഴുകിയെടുത്ത ഒറ്റ വെള്ളത്തിൽ മാത്രം ഒഴിച്ചതിന് ശേഷം കഴുകിയെടുക്കുക. ഒരു കുഴപ്പം ഉണ്ടാവില്ല, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. വിരിച്ചിടുമ്പോൾ നല്ല രീതിയിൽ ഒരു ചുളിവും ഇല്ലാതെ വിരിച്ചിടണം, അല്ലെങ്കിൽ തേക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും. അപ്പോൾ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് വിരിച്ചിട്ടതേ കണ്ടില്ല, ആ കറ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ കറ നല്ല പോലെ തന്നെ പോയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള ഞാൻ ലൈവായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടില്ലേ, വർക്കിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.